ഒരാളോ രണ്ടാളോ ചെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകാരും കേട്ടില്ല. സ്റ്റെപ്പ് വഴി വന്നിട്ട് ആ നില മൊത്തം വെള്ളം. പെട്ടെന്നായിരിക്കും ഒരു പട്ടി ചാടുന്നത്, ബ്രേക്ക് പിടിച്ച കൈ കിട്ടൂല. സൗണ്ട് കേട്ട് ഒരു ഓടി അകത്തേക്ക് കയറി. എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നല്ല മഴ പെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ മഴ തോർന്നിരിപ്പുണ്ട്. പക്ഷെ എന്നാലും ഉടൻ തന്നെ അടുത്ത മഴ ആരംഭിക്കും കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇപ്പം രാവിലെ തന്നെ ഞാൻ ചായക്ക് വെച്ചു. ശരിക്കും ഈ മഴക്കാലത്ത് നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ മഴക്കാലം വലിയ പ്രിയമില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? മഴക്കാലമാണോ വേനൽക്കാലമാണോ ഇഷ്ടം? ഓരോരുത്തർക്ക് ഓരോരോ ക്ലൈമറ്റ് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം എനിക്ക് പൊതുവേ ഞാൻ എപ്പോഴും പറയത്തില്ല, എനിക്ക് ഈ മഴക്കാലം കാണുമ്പോൾ അതിങ്ങനെ നമ്മളിരിക്കുമ്പോഴൊക്കെ ഒരു കരയാൻ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല, കരച്ചിൽ വരുന്ന അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. കാരണം എനിക്കത് ഭയങ്കര, മഴ വേണ്ടയോന്ന് ചോദിച്ചാൽ മഴ വേണം, വേണ്ടാന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. അപ്പം എനിക്കെപ്പോഴും വേനൽക്കാലം ആകുമ്പോൾ നല്ല പ്രസന്നതയാണ്, ഭയങ്കര നല്ല വെളിച്ചമൊക്കെ വരും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇതിനിടയിൽ ചായ ഇട്ടു. എനിക്ക് ഇവിടെ നിസാറിക്കായാലും നല്ല കടുപ്പത്തിൽ വേണം കേട്ടോ ചായ. അപ്പം പലരും ഞാനിങ്ങനെ ചായ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഏത് തേയിലയാണ് ഉപയോഗിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഇനിയിപ്പോൾ ഒന്ന് അരിച്ചെടുക്കണം. ഇപ്രാവശ്യത്തെ മഴയിലെന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റും കൂടിയുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന വാർത്തകൾ അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഓരോരുത്തുള്ള CC ക്യാമറ ദൃശ്യങ്ങൾ ഇതിലൂടെ കാണിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയം തോന്നും കേട്ടോ. 2 വീലറിലായാലും അതുപോലെ തന്നെ കാറുകളിലൊക്കെ യാത്ര ചെയ്യുന്നതായാലും ഒന്നും ഒരു സേഫ് അല്ലാത്തതുപോലത്തെ ഒരു കാലാവസ്ഥയാണ്. അപ്പം നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഇങ്ങോട്ട് വന്ന് പെട്ടാൽ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി വാഹനങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, അത്ര തന്നെ ഉള്ളൂ. ഞാനിവിടെ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യവും അത് തന്നെയാണ്, എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളുടെ സന ബേബിയുടെ റുട്ടീനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഈ സമയത്ത് എഴുന്നേറ്റ് വരത്തില്ല, കുറച്ച് ഇങ്ങനെ മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ അവൾക്കൊരു സുഖം അല്ലേ. രാത്രി ഷടക്കിലൊക്കെ എഴുന്നേക്കും, തണുത്തിട്ടായിരിക്കും പൊതിച്ചു കൊടുക്കത്തില്ലേ. അപ്പൊ വീണ്ടും പൊതിച്ചു കൊടുക്കും. എന്തൊരു മഴയും എന്തൊരു കാറ്റ് വരുന്നത് എന്റെ റബ്ബേ. വെളുപ്പിന് പള്ളി പോകാനായിട്ട് നേരത്തെ കാലവർഷം തുടങ്ങിയതാണ്. മറ്റേ സ്കൂൾ തുറക്കുമ്പോഴല്ലേ എന്നാ ജൂൺ ജൂലൈ. പുതിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോ സ്കൂളിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ആ നല്ല പച്ച പാവാടയും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പുതിയ യൂണിഫോം ഇടുന്ന ആ ദിവസം ഭയങ്കര ഇഷ്ടമാണ്. സ്കൂള് തുറന്നെങ്കിലും കാരണം പുതിയ തയ്ച്ചു വെച്ചിരിക്കുന്ന ഇടാന്നുള്ളത്. സ്കൂള് തുറന്ന് നമ്മൾ ഇത് ഇട്ടോണ്ട് പോകുമ്പോഴാണ് മഴയും പിന്നെ അടുത്തുകൂടിയൊക്കെ വണ്ടി ഏതെങ്കിലും പോകുമ്പോൾ തെറിക്കും, ഷർട്ടിലൊക്കെ ഈ ചെളി തെറിച്ചിട്ട് ഇങ്ങനെ കുത്തായിട്ടൊക്കെ വീഴത്തില്ല. എല്ലാവർക്കും പറയാൻ എല്ലാവർക്കും കാണൂലേ. ഇപ്പൊ പ്രൈവറ്റ് സ്കൂളില് പഠിക്കുന്ന കുട്ടികളാകുമ്പോ സ്കൂൾ ബസ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മളൊക്കെ ഗവൺമെന്റ് സ്കൂളില് ഇറക്കിയിട്ട് നടക്കുന്നെങ്കിലും വെള്ളം നനയാത്ത കുട്ടികൾ കുറവായിരിക്കും. 99% കോട്ടണിലായതുകൊണ്ട് തന്നെ ഇഷ്ടംമാതിരി കുട്ടികള്. പക്ഷെ ഇപ്രാവശ്യം തുടക്കത്തില് മഴക്കെടുതികൾ വളരെ കൂടുതലാണ്. നമ്മളെ വീട്ടിലും ഒരു പ്ലാവ് അയലത്തെ വീട്ടില് മറിഞ്ഞു വീണിട്ട് ഭാഗ്യം കൊണ്ട് അവര് പറ്റിയില്ല. അവിടെ ഉള്ളവർക്ക് അവര് കുറച്ച് വെളി നിന്നവരായിരുന്നു. പലയിടത്തും 2 ദിവസം കറണ്ട് പോലും ഇല്ലായിരുന്നു. ഇത് അവര് അവിടെ അപ്പൊ നിന്നിട്ട് സൗണ്ട് കേട്ട് ഒരു ഓടി അകത്തേക്ക് കയറി. അപ്പോഴേക്കൊണ്ട് ഈ പ്ലാവ് പിഴുത് താഴേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ബിൽഡിങ്ങിന്റെ ഇതിലും ഒക്കെ ആയിട്ട് ഭാഗ്യം കൊണ്ട് അവർക്കൊന്നും പറ്റിയിട്ടുണ്ടായില്ല. മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും, ചെന്ന് നോക്കിയില്ലല്ലോ. പക്ഷെ അത് വേറൊരു കാര്യം, അവിടെ തന്നെ നമ്മൾ ആ വീട്ടിന്റെ തൊട്ട് അപ്പുറത്തെ വീട്ടില് കേട്ടാ തേക്ക് നട്ടിട്ടുണ്ട്, വലിയ തേക്ക്. പക്ഷെ ആ നട്ട സമയത്ത് അന്ന് വാപ്പ പറഞ്ഞതാണ് തേക്ക് ഇവിടെ പറ്റത്തില്ലാന്ന്. അവര് 3 തേക്ക് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവര് പ്രായമുള്ളവരാണ്. അവര് മറ്റേ നാട്ടിൻപുറത്ത് ഉള്ള പോലെ അതിരിൽ വെക്കും. പണ്ടൊക്കെ അതിരിലൊക്കെ അത് കൊണ്ടുവന്ന് ഇതുപോലെ വലിയ മരങ്ങളൊക്കെ വെക്കും, തേക്ക് പ്ലാവ്.
അതിര് തിരിക്കാനാണ് അതാണ് അതിര്. മറ്റേ കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുള്ള അതിരൊന്നും അല്ല. ഇങ്ങനെ അത് കാരണം നമ്മൾ അതിര് എന്ന് കാണിക്കാം. ഒരെണ്ണം അവര് മുറിക്കാഞ്ഞിട്ട് പിന്നെ അവസാനം പരാതിപ്പെട്ട് അങ്ങനെ ഒരു തേക്ക് മുറിച്ചു. പക്ഷെ 2 തേക്ക് ഇപ്പോഴും ഭയങ്കര. അത് ഇന്നലെ ഞാൻ നിസാറിക്കടുത്ത് പറഞ്ഞു, ഇത് മരം വീണ നോക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു, റബ്ബേ ഇത് വീഴാണെങ്കിൽ നമ്മുടെ ഇന്ദിരാനാറിലെ വീട് പൂർണ്ണമായിട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ അത്ര ഹൈറ്റിലാണ് ഈ തേക്ക്. ഇതിനു മുമ്പ് ഈ നില വീണ്ട് നമ്മുടെ ഓടങ്ങി അത് ഈ തേക്കിന്റെ ഇലയെന്ന് പറഞ്ഞ ഒരു പായ് പോലെ ഉണ്ട് അല്ലേ? ഞാൻ പറയാം ആനയുടെ ചെവി പോലെയാണ് ഇരിക്കുന്നത്. അത് വീണിട്ട് നമ്മളെ ടെറസില് ഓവടഞ്ഞ് ടെറസിൽ വെള്ളം കെട്ടി. ഞങ്ങള് വീട്ടിലില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഇവരെ പിള്ളേരെ സ്കൂളിൽ വിളിക്കാനായിട്ട് പോയിട്ട് ഞങ്ങൾക്ക് വേറെന്തോ ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു 7 മണിയൊക്കെ 6:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തിയിട്ട് നോക്കുമ്പോഴേക്കൊണ്ട് ഡൈനിങ്ങിന്റെ അവിടെ ഒക്കെ വെള്ളം. നമ്മള് ടെറസിൽ ഒരു പത്തിരിപ്പുണ്ട് കനമുള്ള ഒരു 4 ഇഞ്ച് വെള്ളം. അത് ഓവർഫ്ലോ ആയിട്ട് ഈ സ്റ്റെപ്പ് വഴി വന്നിട്ട് ആ നില മൊത്തം വെള്ളമായി. എന്റെ റബ്ബേ, അവസാനം ഞാൻ ഇപ്പോഴും ഓർക്കണ്ടു ഉമ്മ പാവം ബെഡ്ഷീറ്റും അത് അല്ലാതെ നമ്മളെങ്ങനെ ഇത് നമ്മളല്ല പല വീട്ടിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇതുപോലെ അനുഭവം ഉണ്ടാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ വരുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മഴ വരും എന്നുള്ളത് അറിയാമല്ലോ, ഓരോ വർഷത്തിൽ ഇന്ന സമയത്ത് മഴ വരും എന്ന് പറയാം. അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ വീട് മൊത്തം നടന്ന് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തീർക്കണം. ഈ ഓവുകളൊക്കെ കെട്ടിക്കിടക്കാൻ വെള്ളം പോകാനുള്ള വഴികളൊക്കെ തുറന്നു വേണം. ഇപ്പൊ തറയിൽ തന്നെ വെള്ളം കെട്ടിയിട്ട് അകത്ത് വെള്ളം കെട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ടെറസ് പ്രത്യേകം സൂക്ഷിക്കണം. കാര്യം വെച്ചാൽ വേസ്റ്റുകളും ചിലർ കൊണ്ടുവന്ന വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സ്ഥലം ടെറസാണ്. അതൊക്കെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഓവർഫ്ലോ ആയി നമുക്ക് പറ്റിയ പോലെ വരും. അതുപോലെ തന്നെ ചിലർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുക. ഇലക്ട്രിക്കൽ വയർ ഉണ്ടല്ലോ, ആ വയറിന്റെ അറ്റം നമുക്ക് ഇനി എന്തെങ്കിലും പൈപ്പ് കണക്ഷൻ എടുക്കണമെന്ന് വെച്ചിട്ട് പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കും. ആ പൈപ്പിന്റെ എൻഡൊക്കെ മൂടി വെക്കണം. അല്ലെങ്കിൽ അതുവഴി വെള്ളം ഇറങ്ങിയിട്ട് ഈ സ്വിച്ച് ബോർഡിലൊക്കെ വെള്ളം വരും. അങ്ങനെ നമുക്കൊരു അനുഭവം വന്നു. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഈ വയറിങ് ചെയ്യുമ്പം അങ്ങോട്ട് കണക്ഷൻ എടുക്കാൻ വേണ്ടി ചിലപ്പം ആ ഓസ് അടയ്ക്കില്ല. ഒന്നിൽ ഓസ് ഉണ്ടെങ്കിൽ അത് മടക്കി കെട്ടി റബ്ബറിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടച്ചിരിക്കും. അപ്പൊ നമ്മളിതുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ നേരെ വന്നത് സ്വിച്ച് ബോർഡിലാണ് വരുന്നത്. പിന്നെ ഷോക്ക് അടിക്കാനും സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ അത് വരുമ്പോ ഇലക്ട്രീഷ്യനെ വിളിക്കണം. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മഴത്തിന് മുമ്പ് തന്നെ. അതുപോലെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു സാറേ, സ്കൂൾ യൂണിഫോം ഈ മഴ സമയത്ത് ഈ ക്യാൻവാസ് ഷൂവും സോക്സും ഇട്ടുകൊണ്ട് പോകണം കൊച്ചു പിള്ളേരെ പറയണം. CBSE സ്കൂളല്ല, ഗവൺമെന്റ് സ്കൂളിലെ കാര്യമല്ല. നമ്മളൊക്കെ ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് എന്ത് ചെരുപ്പിട്ടിട്ട് പോയാലും അവിടെ വിഷയമല്ല. പക്ഷെ ഈ പ്രൈവറ്റ് സ്കൂളിൽ ഞങ്ങൾക്ക് അനുഭവം ഉള്ളതാണ്. ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ സൽമാനും സുൽത്താനും ഒക്കെ കാലാവസാനം അലർജി ആയിട്ട് പക്ഷെ അത് അവന്തെന്നല്ലോ സാൻഡിൽ പോലെ നമ്മളെ അതുപോലത്തെ ചെരുപ്പ് പോലെ ഇട്ട് കൊടുത്ത് എന്ത് ചെരുപ്പിട്ടാലും സോക്സ് ഇടണം എന്നുള്ളൊരു വല്ലല്ലേ. അല്ല അങ്ങനെയല്ല, മഴക്കാലത്ത് അതിന് പകരമായിട്ട് ഇങ്ങനെ വേണമെന്ന് പറയണം അവര് സ്കൂളുകൾ. നമ്മൾ ഈ ആദ്യം ചെയ്യേണ്ടത് രക്ഷിതാക്കൾ സ്കൂളുകാരെടുത്ത് നിങ്ങൾക്ക് മക്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരാളോ രണ്ടാളോ ചെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകാരും കേട്ടില്ല. അവര് ഗ്രൂപ്പായിട്ട് ചെന്ന് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പൊ അവരതിൻ്റെതായ ഇതൊന്നും നിസ്സാരമല്ല കേട്ടോ. കാരണം ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കാലിലൊക്കെ ഇത് വരുന്നത് പിന്നെ വളർന്നു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ടെൻഡൻസി വരും. ഇച്ചിരി നനവും ഇതുമൊക്കെ വന്നു കഴിയുമ്പോഴേക്ക് ഫംഗൽ അങ്ങനെയൊക്കെ. നമ്മൾ ഈ പറഞ്ഞല്ല ഈ മഴക്കാലം എന്നുള്ളത് എപ്പോഴും ഉള്ളതാണ്. ഈ ഗവൺമെന്റ് ഈ മഴയുടെ വരുന്നതിന് മുമ്പ് ഓടകളൊക്കെ ക്ലീൻ ചെയ്യുകയും വൃത്തിയാക്കല് അങ്ങനെ കുറെ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യും. എന്ന് പറഞ്ഞ മാതിരി നമ്മൾ മഴ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. മാറ്റി എല്ലാം വെള്ളം. പിന്നെ അത് കഴിഞ്ഞ് കൊതു വെള്ളം കെട്ടി കൊതു വരാം. അങ്ങനെ നമ്മൾ സ്വയം ഒരു വീടിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു അസോസിയേഷൻ അതുപോലെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി എല്ലാ വീടുകളിലും എല്ലാവർക്കും വാട്സപ്പ് ഉണ്ട്. ഇപ്പോൾ വാട്സപ്പ് വഴി എല്ലാ മെസ്സേജൊക്കെ കൊടുത്ത് ഓരോ പ്രദേശം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ കേരളം മൊത്തത്തിൽ ഈ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടുക്ക് നല്ലതാവാൻ പറ്റും. ഇപ്പൊ ഈ മഴ നമ്മളെ കേരളം സംബന്ധിച്ചോളം ഈ മഴ വരുന്ന സമയം അറിയാം. അതിനു മുമ്പ് ഓരോ വീടുകളിലും ഈ മരങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഈ മരങ്ങളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞൊന്നും അറിഞ്ഞില്ല. ഈ അയൽവക്കത്തൊക്കെ മരങ്ങൾ വീണ് അപകട സാധ്യത ഉള്ളതൊക്കെ സ്വയം മുറിച്ചോണം. ഇപ്പൊ പുതിയ സർക്കുലറൊക്കെ വന്നിട്ടുണ്ട്.
സ്വയം മുറിച്ചോണം, അല്ലെങ്കിൽ അവര് അധികൃതർ വന്ന് അത് മുറിക്കുകയും അതിന്റെ ചെലവ് അവരെ ഈടാക്കുകയും, അല്ലെങ്കിൽ ഇത് പറ്റി എന്തെങ്കിലും അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചെലവ് മൊത്തം അവരെടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ സർക്കുലറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കോർപ്പറേഷനിലൊക്കെ എല്ലാരും എല്ലാ അസോസിയേഷനിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതില് ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു സത്യമാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ അയൽപക്കത്തുള്ള ഒരു ഇത് നമുക്ക് ശല്യമായിട്ട് തോന്നുന്നെങ്കിൽ അത് നമ്മളുടെ പരിധിയിലുള്ളത് നമുക്ക് വെട്ടാനുള്ള അധികാരം നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. അതും അല്ലെങ്കിൽ അവര് സമ്മതിക്കും. പിന്നെ മരം അപ്പുറത്ത് ഞാൻ ചെലവാന്ന് കുറച്ച് പൈസയാണ്, നിങ്ങൾ മുറിച്ചെങ്കിൽ മുറിച്ചോട്ടൊന്നും ഇല്ല. ഒരിക്കലും അങ്ങനെ സമ്മതിക്കാത്ത കേസുകളുണ്ട്. അവര് സമ്മതിക്കില്ല. സമ്മതിക്കോ സൽമാൻ? അങ്ങനെ ഒരിതുണ്ട്. പിന്നെ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കുറച്ച് സ്പേസ് ആയിരിക്കും. അതിന്റെ ഫ്രണ്ടില് വലിയ പ്ലാവും മാവും ഒക്കെ റോഡില്ലേ കൊണ്ടുവന്ന് നട്ട്. അപ്പൊ അത് വഴി തടസ്സം തന്നെയാണ്. അത് വളർന്നു വലുതാവും എന്ന് ചിന്തിക്കണം. അതൊക്കെ ചെറുതിലെ കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു അസോസിയേഷൻ കാര്യം എല്ലാം തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലം നല്ലതാവും. അതുപോലെ ഓരോരുത്തരും ചെയ്യുവാണെങ്കിൽ ഈ മഴയ്ക്ക് മുമ്പ് നമുക്ക് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ, അതുപോലെ ചില സർക്കുലറൊക്കെ വരുന്നതൊക്കെ അസോസിയേഷന്റെ ഗ്രൂപ്പിലൊക്കെയാണ്. ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാകും. മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. നമ്മൾ കേരളം സംബന്ധിച്ചോളം തെന്നലും ബ്രേക്ക് പിടിക്കും. നമ്മൾ കണ്ടു, പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചവരെ അവർ ഓടിച്ചു പോകും. പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് പിടിക്കാന്ന് വിചാരിക്കും. പക്ഷെ മഴ സമയത്ത് ബ്രേക്ക് പിടിക്കുന്നത് സൂക്ഷിച്ചേ പിടിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് ഇപ്പോഴത്തെ നമ്മുടെ റോഡിന്റെ അവസ്ഥകൾ നമ്മള് ഇതിലെ കൂടെ രണ്ട് രീതിയിലുണ്ട് സമയം. ചില സ്ഥലത്ത് കട്ടറും കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നം, ചിലയിടത്ത് നല്ല വെച്ച് കത്തിച്ചു പോകാന്ന് വിചാരിക്കും. പെട്ടെന്നായിരിക്കും ഒരു പട്ടി ചാടുന്നത്, ബ്രേക്ക് പിടിച്ചാൽ കൈ കിട്ടൂല. അപ്പൊ അതൊക്കെ മഴ സമയത്ത് ഡ്രൈവിങ്ങിന്റെ കാര്യത്തിലായാലും നമ്മുടെ വീടിന്റെ ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും ഈ വെള്ളം പോണ വഴികളെല്ലാം തുറന്നു വിടണം. അല്ലെങ്കിൽ എന്നറിയാം, കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ഈ വെള്ളമൊക്കെ ഇറങ്ങി വേറെ പ്രശ്നങ്ങളുണ്ടാവും. അതിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പത്രവായനയുള്ള എത്ര പേരുണ്ട്? അമ്മീ ഇവർ രണ്ടുപേരും പിടിച്ചു നിർത്തിയേക്കാണ്. എക്സസൈസിന് പോകാൻ വേണ്ടി മോർണിംഗ് ഡ്യൂട്ടി ഇല്ല. ഫാബിക്ക് രാവിലെ എക്സസൈസ് ഇന്നലെ പറയുന്നുണ്ട് ഇനിയിപ്പൊ കാരണം അകത്തേക്ക് ചാറ്റിലടിച്ചിട്ടേ ആ ചെടികൾ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞു നിൽക്കണേ, വെള്ളം ഒഴിക്കണ്ടല്ലോ എന്ന്. ഞാൻ ചോദിച്ചത് ഇനി പത്രവായന ഉള്ള എത്ര പേരുണ്ട് പറയാമോ? ഇല്ലാത്തവരെ ഞാൻ കാണിച്ചത്. പത്രവായന എന്റെ ഫ്രണ്ടിന് ഇങ്ങനെ ചൂണ്ടിയാ മതി. ചൂണ്ടുന്ന ആൾക്കാർക്ക് ആളിലും ഇപ്പൊ കുറവ് തന്നെ, സമയമില്ലെന്ന് പറയാം. പക്ഷെ ഞാൻ വായിക്കുവായിരുന്നു സമയമില്ലെന്ന് പറയും. ഫാബിയോട് വന്നപ്പോഴേ നമ്മള് പറയുന്നുണ്ട് പത്രം വായിക്കുമ്പോ നമുക്ക് നല്ല നല്ല നോളജ് കിട്ടും. ഇനിയിപ്പോ കൂടുതൽ സംസാരിച്ച ഫാബിയുടെ വർക്കൗട്ട് ടൈം പോകും. സൽമാനും ഇതാ ഇപ്പൊ നടത്തയില്ലാത്തോണ്ട് അതിൽ നിക്കറൊക്കെ ഇട്ട് ഇങ്ങനെ നിക്കുവാണ്. സൽമാൻ ഇപ്പൊ ഇങ്ങനെ വീടിന്റെ അകത്തുള്ള എക്സസൈസ് നിക്കണ കാണുമ്പോഴേക്ക് ഓരോരുത്തര് വരും കേട്ടാ. എക്സസൈസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മളെ മോർണിംഗ് വാക്ക് അല്ലെ, മോർണിംഗ് ടോക്ക്. മോർണിംഗ് വാക്കായി മോർണിംഗ് ഷോ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ. ചിന്താവിഷയം. അപ്പൊ ഇത് ചിന്താവിഷയം വേറൊന്നുമില്ല, മഴയാണ്. ഇതാ അടുത്ത മഴയ്ക്ക് വേണ്ടി മഴ കേട്ടാ. ഈ ഒരു മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ കൊതി തോന്നുന്ന ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് ഞാനൊരു 2 മണിക്കൂർ മാത്രമേ ഇത് കുതിർക്കത്തുള്ളൂ. അതൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം ഞാൻ ഒരു തക്കാളി, ഒരു സവാള, ഒരു 4 പച്ചമുളക്, അതിൽ 2 എണ്ണം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തൊണ്ടമുളകാണേ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ നികക്കെയുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഓവറായി പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. പ്രഷർ കുക്കർ മൂടിയിട്ട് നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് ഒരു 2 വിസിൽ വരെ അത്രയും മതി കേട്ടോ. കൂടുതലൊന്നും നമ്മളിത് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് സ്റ്റീമൊക്കെ പോയിട്ടാണ് ഞാനിപ്പോൾ എന്താ കുക്കർ തുറന്നു. അപ്പം എന്താ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത്ര നന്നായിട്ടൊന്നും ഉടച്ചിട്ടില്ല. അതാ ഈ ഒരു രീതിയിലാണ് ഉടച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം മറ്റൊരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ കടുകിട്ട് പൊട്ടിച്ച ശേഷം ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറ്റൽമുളക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 3 വറ്റൽമുളക് നമുക്കിതിലേക്ക് ചേർത്ത ശേഷം ഒരു 7-8 ചുവന്നുള്ളിയും കൂടി മുഴുവനെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റെഡിയാക്കണത്. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കറിയിലേക്ക് നമ്മൾ പരിപ്പ് ചേർക്കുന്നില്ല, പകരം കടലമാവ് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഈ കടലമാവിൻ്റെ ആ ഒരു പച്ച ചുവയുണ്ടല്ലോ, അത് മാറത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കറിയിൽ അതിൻ്റെ ആ ഒരു പച്ച ചുവ അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ എന്താ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത്, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർന്നിട്ട് ഇപ്പം തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പോളം പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എളുപ്പമാണ്, നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ കൂട്ടില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഉണ്ടാക്കിയതെന്ന്? പരിപ്പില്ലാത്ത സാമ്പാറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ പരിപ്പില്ലാന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ സാമ്പാറൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട, ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാൻ മുൻപ് കഷ്ണങ്ങളില്ലാത്ത സാമ്പാർ ഉണ്ടാക്കി കാണിച്ചിട്ട് തന്നിട്ടുണ്ട്, കഷ്ണങ്ങളുള്ളത് കാണിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് സാമ്പാറിന് ഒരുപാട് വെറൈറ്റി ഞാൻ നമ്മുടെ സലൂ കിച്ചണിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം പരിപ്പില്ലാത്ത സാമ്പാറാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. അടിപൊളി സാമ്പാറാണ്, അടിപൊളി മണവും വരുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പർ കേട്ടോ. കുറച്ച് മല്ലിയിലോടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് വിതറിയിട്ട് എടുക്കാവുന്നതാണ്. സാമ്പാർ റെഡി. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മളുടെ ഉഴുന്നുണ്ട് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ടേ. അപ്പോൾ അത് മിക്സിയുടെ നമ്മുടെ പൊടിക്കണ ജാറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ, ചെറിയ ജാറിലെ. അതിലേക്കാണ് ഇട്ടിട്ട് ഒരു 3 പച്ചമുളകും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കണം, പല രീതിയിൽ ചെയ്യും. എന്നിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുക്കും കേട്ടോ. അപ്പോൾ കണ്ട ഞാൻ ഇതിൻ്റെ പരുവം കാണിച്ചു തരാം. എപ്പോഴും നമ്മൾ വട ഉണ്ടാക്കുമ്പോഴേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, പുറം നല്ല ക്രിസ്പി ആവണം. അതിന് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. വല്ലാതെ നമ്മൾ ഉഴുന്ന് അരയ്ക്കുമ്പോഴേക്ക് മുറുകിപ്പോയി കഴിഞ്ഞാലാണ് ഉഴുന്നുവട ഭയങ്കര ഹാർഡാവണത് കേട്ടോ. ഇപ്പം മാഷാല്ലാ എൻ്റെ ഉഴുന്നുവട നല്ല സോഫ്റ്റാണ്. ഇനി എന്ന് ഹാർഡാവുന്നൊന്നും പറയാൻ പറ്റില്ല. 2ാമത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ ഞാൻ ഉണ്ടാക്കണ ഉഴുന്നുവട നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതുവരെയും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഹാർഡാവാറില്ല. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുകയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ. ഉഴുന്ന് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നമുക്ക് കൊച്ചുള്ളിയും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി, ഇത് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞത്, അതിനൊന്നും കണക്കൊന്നുമില്ല, നമുക്ക് എത്രയാണോ വേണ്ടത് അതും കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഇഡലിക്കൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കണത്. ഇപ്പം ഞാൻ ഇഡലി ബാറ്ററൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ പണ്ട് മുതലേ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. അപ്പം നല്ലതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഈ ഉഴുന്ന് നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് അവിടെ റെഡിയാക്കിയ നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്നാ, നമുക്കിതിനൊരു ചട്നി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഇതേ സെയിം ജാറ് തന്നെ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2-3 ചുവന്നുള്ളിയും ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ചൊരു കൈപ്പിടിയോളം മല്ലിയില, പിന്നെ മെയിനായിട്ട് വേണ്ടത് ഈ പൊട്ടുകടലയാണ് കേട്ടോ. ഇതിന് നിങ്ങളെന്ത് പേര് പറയും ഈ കടലയ്ക്ക്? അപ്പോൾ അത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഇടും. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണേ. അപ്പോൾ ഇതുപോലെ കറക്കിയെടുത്ത ശേഷം ഇതൊന്ന് അരഞ്ഞു വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈര് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഒരുപാടങ്ങ് വേണ്ട, ഈ ഒരു കണക്കിന് മതിയാവും. ഒരു 1/4 കപ്പ് തൈര്, എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇത് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ചമ്മന്തിയാണ്. അപ്പം നിങ്ങൾ ഈ രീതിയിലുള്ള ചമ്മന്തി അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കാറുണ്ടോ? എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് താളിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് കുറച്ചധികമായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില എനിക്കൊരു വീക്ക്നെസ്സാണ് കേട്ടോ.
അപ്പോൾ ആ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി അല്ലെങ്കിൽ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നുവട ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതാ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഓയിൽ നല്ലതുപോലെ ചൂടാവണം. ചൂടായ ശേഷം മാത്രമേ നമ്മളിതിപ്പം അടുത്തൊരു വെള്ളം ബൗളിലേക്ക് വെച്ചേക്കണം, കൈവെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് നടുക്കൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇപ്പം ഭയങ്കര ഒരു ഷേപ്പൊന്നും വരണം എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ ഉഴുന്നുവട നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായാൽ നോക്കിയാൽ മതി. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന വടയേക്കാളും എത്രയോ നല്ല വട നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാമെന്നറിയാവോ. ഇത് പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ്. എപ്പോഴും ഉഴുന്നോട ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പുതിയ ഉഴുന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഈ ഉഴുന്ന് വടക്കി എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. തീരെ കുറയ്ക്കരുത്, തീരെ കുറച്ചാൽ എണ്ണ കുടിക്കും. തീരെ കുറയ്ക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നല്ല ഒരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അടുത്ത വടയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെയുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ എല്ലാം ഉഴുന്ന് നമ്മൾ ആട്ടിയെടുക്കുമ്പോൾ മുറുകി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മുറുകിപ്പോയി കഴിഞ്ഞാൽ ഉഴുന്നുവട ശരിയാവില്ല. ചിലർ ഇതിൻ്റെ അകത്ത് മൈദാമാവ്, അരിമാവ് ഇതൊക്കെ ഇടുന്നത് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ സാമ്പാറും അല്ലെങ്കിൽ ഈ ഒരു ചട്ടിനി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഉഴുന്ന് വടയാണോ ഇഷ്ടം, പരിപ്പ് വടയാണോ ഇഷ്ടം, നമ്മുടെ വ്യൂവേഴ്സിന് ഏത് വടയാണ് ഇഷ്ടം? അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്താ എങ്കിൽ പിന്നെ ഇത്ത ഒന്ന് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് പറയണത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എനിക്ക് നിങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയും സുഹൃത്തുക്കളെ. ഞാൻ റെഡിയായപ്പോഴേക്ക് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ശരിക്കും നല്ല മഴ വെളിയിൽ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ മഴയത്ത് നമുക്ക് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു വട തന്നെയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു, കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ദാ നമ്മളുടെ വടയും ചമ്മന്തി അല്ലെങ്കിൽ ചട്നി, പലരും പല പേരിൽ പറയും, റെഡിയാണ്. അപ്പോൾ ദാ പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. ഇനി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.